ഞാൻ പറഞ്ഞതല്ലേ നമ്മുടെ ഡിഫൻസിന് ഈ പ്രശ്നമുള്ള സ്ഥിതിക്ക് നമുക്ക് ജയിക്കുക എന്ന് പറയുന്ന അത്ര ഈസി ആയിട്ടുള്ള ഒരു പരിപാടി അല്ലാന്ന്. ജീസസിനെ, നോവയെ, രാഹുലിനെ എല്ലാവരും പൊക്കി പറഞ്ഞിട്ട് ഇപ്പം എന്തായി. ഗൈസ്, താങ്ക് യു സോ മച്ച്. നമ്മുടെ ചാനൽ അങ്ങനെ 2K സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തിട്ടുണ്ട്. 2K ഈസ് വെരി ബിഗ് നമ്പർ ഫോർ മീ ബിക്കോസ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സബ്സ്ക്രൈബർ കൗണ്ട് ഒട്ടും കൂടാതിരിക്കുകയായിരുന്നു. ആ സമയത്താണ് 2Kയിലേക്ക് അടിച്ചത്. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. സോ ആൻഡ് വെൽക്കം ടു അവർ ന്യൂ എപ്പിസോഡ്. സാറാ എൻ്റെ അപ്പൻ്റെ ആരെങ്കിലും ആണോ? എന്റെ ഫ്രണ്ടാ. അവനാ ഈ നിലവാരത്തിലുള്ള വൃത്തിയായിട്ട് ഉപമങ്ങളൊക്കെ പറയാറ്. അല്ല, സാർ കഥ പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും വീണ്ടും സ്പോർട്സ് റിവ്യൂയിലേക്ക് സ്വാഗതം. ദിസ് ഇസ് RJ ആൻഡപ്പൻ ആൻഡ് യു ആർ ലിസണിങ് ടു ആൻഡപ്പൻ ടോക്കീസ്. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രഡിക്ഷൻ ആക്ച്വലി ശരിയായി എന്നുള്ളതാണ്. ഗോവയായിട്ടുള്ള മത്സരം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇറ്റ് വോണ്ട് ബി ദാറ്റ് ഈസി, നല്ല ടഫായിട്ടുള്ള ഒരു മത്സരമായിരിക്കും. ആൻഡ് പ്ലസ് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് വിൻ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം മാത്രം നമ്മൾ എക്സ്പെക്ട് ചെയ്യരുത്. കാരണം ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചെന്നൈ ആയിട്ടുള്ള മത്സരത്തിൻ്റെ വിജയത്തെ ആഘോഷിക്കുന്നുണ്ടായിരുന്നു, അട്ടഹസിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് എടുത്ത് പറയേണ്ടത്. സോ അപ്പോഴേ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞുള്ള അതേ പോയിന്റ് തന്നെയാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫൈറ്റിംഗ് സ്പിരിറ്റ് ഒട്ടും മോശമാണെന്ന് ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. പക്ഷേ നമ്മുടെ ടീമിന് ഒരുപാട് പ്രശ്നങ്ങൾ ആക്ച്വലി ഉണ്ട്. എന്തുകൊണ്ട് ഗോവയായിട്ടുള്ള മത്സരത്തിൽ നമ്മൾ തോറ്റു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറയും ഡിഫൻസിൻ്റെ ഒരേ ഒരു എററിലൂടെ മാത്രമാണ് നമുക്ക് തോൽവി ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു സമനിലയെങ്കിലും വരേണ്ട ഒരു മത്സരമായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആ ഗോള് ഗോവ സ്കോർ ചെയ്ത ആ ഗോൾ ഒന്ന് നോക്കി നോക്ക്. സച്ചിൻ്റെ മിസ്റ്റേക്ക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, സച്ചിനെ നമുക്ക് ബ്ലെയിം ചെയ്യാം. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ആ ഗോവൻ പ്ലെയറിന് അത്രയും ഈസി ആയിട്ട്, അതൊരു ക്രോസോ ആയിക്കോട്ടെ, ഷോട്ടോ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അങ്ങനെ ഒരു ഷോട്ട് എടുക്കാനായിട്ടുള്ളത് അല്ലെങ്കിൽ ആ ക്രോസ് എടുക്കാനുള്ള ഒരു സ്പേസ് എങ്ങനെ വന്നു ഡിഫൻസിൽ? എന്തുകൊണ്ട് നമ്മുടെ ടീമിന് അപ്പുറത്ത് നോവയ്ക്കും ലൂണയ്ക്കും ജീസസിനും പെപ്രയ്ക്കും ഒന്നും അതുപോലൊരു ഷോട്ട് എടുക്കാൻ പറ്റിയില്ല? കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ വിങ്ങുകളിൽ നിന്നുള്ള ആൾക്കാർ ഫോർവേഡിലേക്ക് വരുന്നുണ്ടായിരുന്നെങ്കിലും നല്ല രീതിയിൽ ട്രാക്ക് ബാക്ക് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു, ഒരു കാര്യം. പിന്നെ 2 സെൻട്രൽ ഡിഫൻസ്, അവരുടെ 2 CBകളും കട്ടയ്ക്ക് അവിടെ നിന്ന് ജീസസിനെയും ലൂണയെയും നോവയും ഒക്കെ തടഞ്ഞു നിർത്തി എന്നുള്ളതാണ്. അതാണ് ഒരു മത്സരം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫോർവേഡ് നല്ല സ്ട്രോങ് ആണ് എന്നുള്ള ധാരണ നല്ലോണമുള്ളൊരു ടീമായിരുന്നു ഗോവ. അത് കൃത്യമായിട്ട് അവർ പൂട്ടി എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ആൻഡ് അത് തന്നെയാണ് നമ്മുടെ തോൽവിയുടെ കാര്യം. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ചെന്നൈയിൽ നമുക്ക് തൊട്ടതെല്ലാം പൊന്നായി എങ്കിൽ ഇപ്രാവശ്യം നമുക്ക് തൊട്ടതെല്ലാം അത്ര അങ്ങോട്ട് പൊന്നാക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഒന്നും പൊന്നാക്കാൻ പറ്റിയില്ല, അതാണ് ഏറ്റവും വലിയൊരു വിഷമം. ആൻഡ് അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ചാൻസ് രാഹുലിൽ നിന്നൊരു പാസ് നോവയ്ക്ക് വന്ന് നോവ അത് അടിച്ച് പറപ്പിച്ച് വിട്ടിരുന്നു. യെസ്, അതൊന്ന് അറ്റ്ലീസ്റ്റ് ഒരു ഷോർട്ട് ഓൺ ടാർഗറ്റെങ്കിലും കൊടുക്കേണ്ട ഒരു ഐറ്റം ആയിരുന്നു അത്. അതുപോലെ തന്നെ പിന്നെ അവസാന നിമിഷം നമുക്ക് സന്ദീപിൻ്റെ ഒരു ചാൻസ്, അത് ഏകദേശം നമുക്ക് കിട്ടി, അതേപോലെ തന്നെ ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. വിങ് പൊസിഷനിൽ കളിക്കുന്ന, വിങ് ബാക്ക് ആയിട്ട് കളിക്കുന്ന ഒരാൾക്ക് തന്നെ ആ ബോൾ കിട്ടി. ഗോവയ്ക്ക് എങ്ങനെ കിട്ടി? ഗോവ ഗോൾ കൺവേർട്ട് ചെയ്ത് അതേപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ട് നമുക്കത് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല, അടിച്ച് പറപ്പിച്ച് വിട്ടു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലൊരു ക്രൂഷ്യൽ സിറ്റുവേഷൻസ് വന്നു കഴിയുമ്പോൾ നമ്മുടെ ടീം ഭയങ്കര പാനിക് ആവുന്നുണ്ട് എന്നുള്ളൊരു ഫീലാണ്. എസ്പെഷ്യലി സന്ദീപ്, നവോച്ച പോലുള്ള താരങ്ങൾക്ക് എന്താവണം എടുക്കേണ്ട ഒരു മൂവ്. കാര്യം അതിൽ നമ്മുടെ ആ സമയത്ത് സന്ദീപിൻ്റെ കയ്യിൽ ബോൾ കിട്ടുന്ന സമയത്ത് എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 2 പേര് സ്ട്രൈക്കിംഗ് പൊസിഷനിൽ നിൽപ്പുണ്ട് അവിടെ. അവർക്കൊരു പാസ് ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ഷോട്ട് ഓൺ ടാർഗറ്റെങ്കിലും വന്നിരിക്കേണ്ട ഒരു പൊസിഷനിൽ നിന്നാണ് നമ്മൾ അടിച്ച് വെറുതെ കളഞ്ഞത്. ഓരോ പ്ലേയേഴ്സിനും കൃത്യമായിട്ട് കോച്ച്, എടാ നിനക്ക് ഷോട്ട് അടിക്കാൻ പറ്റില്ലെങ്കിൽ നീ പാസ് കൊടുക്കുക എന്നുള്ള സാധനം പഠിപ്പിച്ച് വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നി. എനിക്ക് ഒട്ടും നമ്മുടെ ടീം മോശമാണെന്നുള്ളൊരു ഫീൽ എനിക്ക് ഇപ്പോഴും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ടീമിന് ഭയങ്കരമായിട്ട് ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ട്. അത് ആദ്യം ഗോൾ വീണ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും അതിനു മുമ്പും തുടക്കം മുതലേ നമ്മൾ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ 2 സെൻട്രൽ ഡിഫൻസ് നമ്മളെ ആട്ടപടലം പൂട്ടി എന്നുള്ളതാണ്. ഇനി ഗോവയായിട്ടുള്ള മത്സരത്തിലെ മറ്റൊരു കാര്യം പറഞ്ഞുതരാം. എപ്പോഴും നോവ മാത്രമേ കളിക്കുകയുള്ളൂ അല്ലെങ്കിൽ ലൂണ മാത്രമേ കളിക്കാൻ പാടുള്ളൂ എന്നുള്ളതില്ല. ഇവരെ 2 പേരെയും ഒരു ടീം പൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ വി ഷുഡ് ഹാവ് എ തേർഡ് പ്ലാൻ. ഇതില്ലാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. കാര്യം നോവയെ പൂട്ടി, ലൂണയെ പൂട്ടി, ജീസസിലേക്ക് എങ്ങനെ ബോൾ എത്തിക്കും? ഒരു ഐഡിയ ഇല്ല. അവിടെയാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാവുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഇതിനകത്ത് എപ്പോഴും ഒരു ഇന്ത്യൻ പ്ലെയർ
കുറച്ചും കൂടെ പ്ലേ മേക്കിങ്ങിലേക്ക് വരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. വിപിൻ ആക്ച്വലി നല്ലൊരു പ്ലെയറൊക്കെ തന്നെയാണ്, പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഡിഫൻസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ശോകമായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ തവണയും ഓരോ മത്സരത്തിലും, ഞാൻ ചെന്നൈ ആയിട്ടുള്ള മത്സരത്തിലും പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ, പല സമയത്തും നമ്മുടെ ഡിഫൻസ് ഓപ്പൺ ആയിരുന്നു, അത് അവർ കൺവേർട്ട് ചെയ്തില്ല. അന്നത്തെ മത്സരത്തിൽ നമുക്കൊരു ക്ലീൻ ഷീറ്റ് കിട്ടി. ഇന്നത്തെ മത്സരത്തിൽ കൃത്യമായിട്ട് ഫ്രണ്ടിൽ പോയ നവോച്ചയുടെ സ്പേസിലൂടെ വിങ് കയറി വന്ന് അവർ ഷോട്ട് അടിച്ചു, അത് ഗോളായി. അവർക്കൊരു 3 പോയിന്റ് കിട്ടി, അവർ ഹാപ്പി ആയിരുന്നു. നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ഡിഫൻസ് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മിഡ്ഫീൽഡിലേക്ക് ഇപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഫോർവേഡിൽ നമ്മൾ അവരുടെ ബോക്സിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ബോൾ കൊണ്ടുപോയി, അവിടെ നിന്ന് നമ്മൾ ക്രോസ് കൊടുത്ത് എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്കൊരു മിസ്റ്റേക്ക് പറ്റി അത് എതിർ ടീമിൻ്റെ കയ്യിൽ കിട്ടി തിരിച്ച് നമ്മുടെ ഡിഫൻസിലേക്ക് വരുമ്പോൾ ഉള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടീം എൻറ്റയർ ആയിട്ടും ഫോർമേഷൻ ഇല്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും. ആൻഡ് എങ്ങനെയെങ്കിലും നമ്മൾ ബോള് തിരിച്ച് പിടിച്ച് നമുക്കൊന്ന് അറ്റാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചാലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും നമുക്ക് ഫോർമേഷൻ കീപ്പ് ചെയ്യാനായിട്ടുള്ളൊരു ടൈം എടുക്കുന്നു എന്നുള്ളതൊരു വലിയ ഫാക്റ്റാണ്. സന്ദീപും നവോച്ചയും അതുപോലെ തന്നെ നമ്മുടെ ഡ്രിങ്കിച്ചാണെങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അത്യാവശ്യം നല്ലൊരു ഡിഫൻഡറൊക്കെയാണ്, പക്ഷേ പുള്ളിയെ പലപ്പോഴും വികാരങ്ങൾ ഭരിക്കുന്നുണ്ട്. ആൻഡ് പുള്ളിക്ക് ട്രാക്ക് ബാക്ക് ചെയ്യാൻ ഭയങ്കര പാടാണ്, തിരിച്ചു വരിക എന്നുള്ളത് ഭയങ്കര പാടാണ്. സോ നമ്മുടെ ഡിഫൻസിൽ വലിയൊരു അഴിച്ചുപണി നടത്തേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ നമുക്ക് പ്ലെയേഴ്സിന് പരിക്ക്, ബാക്കി കാര്യങ്ങൾ വിങ്ങിലുള്ള നല്ല പ്ലെയേഴ്സ് ആക്ച്വലി നിലവിൽ പരിക്കിലായതൊക്കെയാണ് ഈ പ്രശ്നം എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ എന്നാലും ഇറ്റ്സ് നോട്ട് എ റീസൺ ഇൻ എ മാച്ച്. കാരണം കളി ജയിക്കാനുള്ളതാണ്. തോൽവി സി അതൊക്കെ സംഭവിക്കും, ഫുട്ബോളല്ലേ, ജയിക്കാൻ മാത്രമുള്ളല്ലോ, തോക്കാനുള്ളതാണ്. സോ ആസ് ഐ സെഡ് ഇൻ മൈ പ്രീവിയസ് വീഡിയോ, ഇത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഡിഫൻസ് നമ്മൾ സ്ട്രോങ് അല്ലാതെ നമ്മൾ എത്ര ഫോർവേഡ് അടിപൊളിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കാര്യമില്ല. ഡിഫൻസിൻ്റെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ മിഡ്ഫീൽഡ് അടിപൊളിയാണെന്ന് പറയാനുള്ളൊരു തോന്നൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നില്ല. വിപിൻ നല്ല എഫേർട്ട് എടുക്കുന്നുണ്ട്, ഫ്രെഡി നല്ല എഫേർട്ട് എടുക്കുന്നുണ്ട്, മിഡിൽ കളിക്കുന്ന ആരാണെങ്കിലും എഫേർട്ട് നല്ലോണം എടുക്കുന്നുണ്ട്. പക്ഷേ ദ പ്രോബ്ലം ഇസ്, ഞാൻ പറഞ്ഞല്ലോ, ഡിഫൻസിലുള്ള പ്രശ്നങ്ങൾ കാരണം ആ പ്രശ്നങ്ങളെല്ലാം മിഡ്ഫീൽഡിൽ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ടെന്നുള്ളത് വളരെ എവിഡൻ്റ് ആണ്. അത് തന്നെയാണ് നമ്മുടെ തോൽവിക്കുള്ള റീസൺസും. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പലപ്പോഴും ഞാൻ വേറൊരു കാര്യം നമ്മുടെ ടീമിൽ ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ബോക്സിനുള്ളിൽ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ടക്കുന്ന് ക്വിക്ക് ഡിസിഷൻസ് എടുക്കുന്ന ആൾക്കാർ ഭയങ്കര കുറവാണ്. ഈവൻ നോവയാണെന്നുണ്ടെങ്കിൽ പോലും ഒരു ഫസ്റ്റ് തോട്ട് പാസ് ചെയ്യണോ, സെക്കൻഡ് തോട്ട് ഷോട്ട് അടിക്കണോ, അങ്ങനെ ചിന്തിച്ചിട്ട് ഒന്ന് ബ്രേക്ക് ആവുന്നുണ്ട്. അതപ്പോൾ മറ്റ് ടീമിനെ എങ്ങനെ സഹായിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കതൊന്ന് ജഡ്ജ് ചെയ്യാനുള്ള ടൈം നമ്മൾ കൊടുക്കുകയാണ്. എപ്പോഴും എതിർ ടീമിൻ്റെ തോട്ട്സിനെ ബ്രേക്ക് ചെയ്യുന്ന ഫാസ്റ്റിലായിരിക്കണം നമ്മുടെ ആക്ഷൻസ് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. സോ ഇപ്രാവശ്യം മത്സരം തോൽക്കാനുള്ളൊരു റീസൺ എന്ന് പറയുന്നത്, ഞാനിപ്പോഴും പറയുന്നു, ഡിഫൻസിൻ്റെ പാളിച്ചകൾ തന്നെയാണ് നമ്മുടെ തോൽവിക്കുള്ളൊരു പ്രധാന റീസൺ ആയിട്ട് എനിക്ക് തോന്നിയത്. ജീസസിനെ ഒന്നും കാണാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ അവരുടെ സെൻട്രൽ ബാക്സിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ഞാൻ നോക്കി എനിക്ക് തോന്നിയൊരു കാര്യമാണ്, അവരുടെ 2 സെൻട്രൽ ബാക്സിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും എത്രയോ ചാൻസസ് അവർക്ക് മുന്നിലേക്ക് കയറി വരാനുള്ളതുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും ജിങ്കനാണെന്നുണ്ടെങ്കിലും അവരുടെ ഫോറിൻ പ്ലെയർ ആണെന്നുണ്ടെങ്കിലും കറക്റ്റ് പൊസിഷൻ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ അവർ കളിക്കുന്നുണ്ടായിരുന്നു. കാരണം അവർക്ക് നന്നായിട്ട് അറിയാം, അവർ കയറി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ലൂപ്പ് ഹോളാണ്. ആ ലൂപ്പ് ഹോൾ നല്ല രീതിയിൽ കൺവേർട്ട് ചെയ്യാൻ കഴിവുള്ള ഒരാളാണ് ജീസസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ അവർ ആ ഒരു ചാൻസ് കൊടുത്തേയില്ല. എന്നാൽ നമ്മൾ നേരെ തിരിച്ചിപ്പുറത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചാൻസ് ഗോവയ്ക്ക് കൊടുത്തു. ആ ചാൻസ് ഗോവ കൃത്യമായിട്ട് കൺവേർട്ട് ചെയ്തു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഗോവയുടെ കോച്ചോ ഗോവയുടെ എൻ്റയർ പ്ലാനോ ഫസ്റ്റ് ഹാഫിൽ ഒരു ഗോൾ വീഴുമോ എന്നുള്ളത് അവർ വിചാരിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. കാരണം അതുകൊണ്ടായിരിക്കണം അവരുടെ സ്ട്രൈക്കറിനെ അവർ സെക്കൻഡ് ഹാഫിൽ ഇറക്കാനായിട്ട് വെച്ചിരുന്നതെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഫസ്റ്റ് ഹാഫ് കുറച്ചും കൂടെ ടൈറ്റാക്കി നിർത്തിയിട്ട് സെക്കൻഡ് ഹാഫിൽ കുറച്ചും കൂടെ അറ്റാക്ക് ചെയ്ത് കളിക്കാം എന്നുള്ളതാണ്. എന്നാൽ നേരെ നമ്മുടെ ചാൻസ് നമ്മുടെ കയ്യിൽ നിന്ന് വന്ന് വീണ ഒരു മിസ്റ്റേക്ക് അവർ കൃത്യമായി കൺവേർട്ട് ചെയ്തു. പിന്നെ അവർ കൃത്യമായിട്ട് പിന്നീട് അങ്ങോട്ടുള്ള ഗോവയുടെ കളി കൃത്യമായിരുന്നു, നമ്മളെ കളിക്കാൻ വിട്ടിട്ടേയില്ല. പല സമയങ്ങളിൽ കൃത്യമായിട്ട് ബ്രേക്ക് ചെയ്തു. പിന്നെ ഒരുപാട് ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ്, അത് വിപിൻ ആവട്ടെ, ഫ്രെഡി ആവട്ടെ, ഈവൻ ലൂണയുടെ സൈഡിൽ നിന്നും പല സമയത്തുള്ള മിസ്റ്റേക്സ്, പാസുകൾ, അതും കൃത്യം സെൻട്രൽ നിൽക്കുമ്പോഴാണ്. അത് ഒരുമാതിരി സൂയിസൈഡ് സീനാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളായിട്ട് തന്നെ നമ്മളെ കൊല്ലാനുള്ള വടി ഇട്ട് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ വാൾ ഇട്ട് കൊടുക്കുകയാണ്, വെട്ടിക്കോ എന്ന് പറയുന്ന ഒരു സീനിലേക്ക് നമ്മൾ കളയുന്നുണ്ട്.
അതൊക്കെയാണ് ആക്ച്വലി നമ്മുടെ പ്രശ്നം. പക്ഷേ എന്നാലും ഞാനിപ്പോഴും പറഞ്ഞല്ലോ, വി ഹാവ് എ വെരി ഗുഡ് ടീം. അതിനെ ഒന്നും കൂടെ ഒന്ന് ഉഷാറാക്കി എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയാവും. നമ്മുടെ കോച്ച് കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ടത് ഡിഫൻസിലേക്കാണ് എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ. അതിന് ഇനിയിപ്പോൾ ഒരു 5 ഡിഫൻസ് ഇട്ട് കളിച്ചാലും കുഴപ്പമില്ല എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാൽ പോലും നമ്മുടെ ഫോർവേഡ് ഭയങ്കര സ്ട്രോങ് ആണ്. എനിവേയ്സ് നമുക്ക് നോക്കാം. ഇനിയുള്ള മത്സരം എന്ന് പറയുന്നത് ബാംഗ്ലൂരിനെതിരെയാണ്. സോ ഇറ്റ്സ് ലൈക്ക് എ വാശി. സോ അതുകൊണ്ട് അഗെയിൻ ഐ ഹാവ് ടു സേ ദിസ്, വി ഹാവ് ടു എക്സ്പെക്ട് എനിത്തിങ്. അത് ജയമാവാം തോൽവിയാവാം, പക്ഷെ നല്ല രീതിയിൽ കളിക്കാൻ പറ്റട്ടെ. ആ വാശി എപ്പോഴും കീപ്പ് ചെയ്ത് കളിക്കാൻ പറ്റട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ആൻഡ് നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളും, നിങ്ങളുടെ ഒപ്പീനിയൻ അബൌട്ട് ദ മാച്ച് ഓൾസോ താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഞാൻ കണ്ടു ഐ എസ് എല്ലിൻ്റെ പേജിൽ ഒരുപാട് പേര് നെഗറ്റീവ് കമൻറ്റ്സ് ഇട്ട് നിറച്ചിട്ടുണ്ടായിരുന്നു ഒരു മത്സരം തോറ്റതിൻ്റെ പേരിലൊക്കെ തന്നെ. പക്ഷെ ഞാൻ പറയട്ടെ, ഇതേ ആൾക്കാർ തന്നെ ചെന്നൈ ആയിട്ട് മത്സരം ജയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഭയങ്കര പൊക്കിപ്പാടുന്നതും ഞാൻ കണ്ടു. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ ഈ ഓവർ എക്സ്പെക്റ്റേഷനും ബാക്കി കാര്യങ്ങളും ഒക്കെ വെക്കുമ്പോൾ നമ്മുടെ ടീമിൻ്റെ ഓരോ സംഭവത്തെക്കുറിച്ചുള്ള ഒരു ബേസിക് നോളേജും കൂടെ നമുക്ക് വേണം എന്നുള്ളതാണ്. അതിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഡിഫൻസ്, അതിന് ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ്. അത് മാറ്റാതെ നമുക്ക് നല്ലൊരു റിസൾട്ട്സ് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ ഈ ഫോർവേഡിലുള്ളൊരു സാധനമുണ്ട്, ഫുട്ബോളിൽ എല്ലാവരും വിശ്വസിക്കുമെന്ന് അറിയില്ല, പക്ഷേ ഞാൻ വിശ്വസിക്കാറുള്ളൊരു കാര്യമാണ് ഭാഗ്യം എന്ന് പറയുന്നൊരു സാധനം കൂടെ ഉണ്ട്. കാരണം ചില സമയത്ത് കൃത്യമായിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും ശരിയായി വരുമ്പോൾ നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഒന്നുമില്ലെങ്കിൽ ഒന്ന് ഇങ്ങനെ ആലോചിച്ചാൽ മതി, ആദ്യ മിനിറ്റിൽ രാഹുലിൻ്റെ നിന്ന് കിട്ടിയ പാസ് നോവ കൺവേർട്ട് ചെയ്തൊരു ഗോൾ ഇട്ടിരുന്നെങ്കിൽ ഈ കളി ഇങ്ങനെ ആവില്ലായിരുന്നു, വേറെ റേഞ്ചിലേക്ക് മാറിയേനെ. അതുപോലെ തന്നെ സന്ദീപിന് കിട്ടിയ ഒരു ചാൻസ് ഒന്ന് പാസ് കൊടുത്ത് ജീസസ് അല്ല, ലൂണയും നോവയുമായിരുന്നു എന്ന് തോന്നുന്നു, അത് പെപ്പറായിരുന്നു, അവർക്ക് രണ്ടുപേർക്കും കൺവേർട്ട് ചെയ്യാൻ പറ്റിയായിരുന്നെങ്കിലും ടൈറ്റായിട്ട് പിന്നെയും നമുക്ക് ഡിഫൻസിലേക്ക് എങ്ങനെയെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മത്സരമായിരുന്നു. പലപ്പോഴും അത് തന്നെയാണ് ഭാഗ്യം എന്ന് പറയുന്നത്, എവിടേക്കോ നമുക്ക് മിസ്സാവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും നോക്കാം, ഇനി വരും മത്സരങ്ങളിൽ അടിപൊളിയായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ലെറ്റ്സ് സീ.